السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد. രാവിലെ മുതൽ വളരെ സൗഹാർദ്ദമായ ശൈലിയിൽ തന്നെ നമ്മുടെ ഈ ദീനിയായ ചർച്ച തുടർന്നു വന്നു. അൽഹംദുലില്ലാഹ്. അതിന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലാണ് നാം ഉള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചോദ്യവും അവിടുന്ന് ഇങ്ങോട്ട് മറുപടിയുമാണല്ലോ. സ്വാഭാവികമായും ഇതുവരെയും ചർച്ച ചെയ്യപ്പെട്ട വിഷയം ജിന്നിനോടുള്ള ഏത് തരം സഹായ ചോദ്യവും ശിർക്കാണ് എന്ന് ഒരു ഭാഗവും, ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട്, എന്നാൽ എല്ലാം ഹറാമ് തന്നെ എന്ന് തിരിച്ചുമാണ് ഇവിടെ ന്യായീകരണങ്ങൾ നിരത്തി തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജിന്ന് ഗായിബാണെന്നും അതുകൊണ്ട് ഗായിബായതിനുള്ള ചോദ്യമെല്ലാം ദുആയാണ് എന്നുമുള്ള ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണല്ലോ ജിന്നിനോടുള്ള ഏത് ചോദ്യവും ശിർക്കാണ് എന്ന് പ്രതിപാദിക്കുന്നത്. എങ്കിൽ അതേ തത്വപ്രകാരം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഗായിബായ സൃഷ്ടിയാണ് എന്ന കാരണം കൊണ്ടാണ് അതിനോടുള്ള ഏത് ചോദ്യവും ശിർക്കായതെങ്കിൽ തീർച്ചയായും ഗൈബിയായ കാഴ്ചയും ഗൈബിയായ കേൾവിയും ഗൈബിയായ ഖുദ്റത്തും അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. എന്നാൽ ജിന്നുകൾക്ക് ചില കേൾവിയും കാഴ്ചയും ഖുദ്റത്തും ഉണ്ട് എന്നും പ്രമാണത്തിന്റെ സ്ഥാനത്ത് നമ്മളൊക്കെ അംഗീകരിക്കുന്നു. ജിന്ന് കേൾക്കുമെന്നോ ജിന്ന് കാണുമെന്നോ ജിന്ന് ആരെയെങ്കിലും സഹായിക്കാമെന്നോ വല്ലവനെയും ഉപദ്രവിക്കാമെന്നോ ഒരാൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ ശിർക്കായതും ശിർക്കല്ലാത്തതുമുണ്ടോ? ഉണ്ടെങ്കിൽ രണ്ടും വേർതിരിയുന്ന ഘടകം എന്താണ്? ഒന്നുകൂടെ ആവർത്തിക്കാം. ജിന്നിനുള്ള ഏത് ചോദ്യവും ശിർക്കാവാനുള്ള കാരണം ജിന്ന് ഗൈബാണ് ഗായിബാണ് എന്നതാണല്ലോ. എങ്കിൽ ജിന്ന് കാണുമെന്നോ കേൾക്കുമെന്നോ സഹായിച്ചേക്കാമെന്നോ ഉപദ്രവിച്ചേക്കാമെന്നോ ഉള്ള വിശ്വാസത്തിൽ ശിർക്കായ വിശ്വാസമുണ്ടോ ശിർക്കല്ലാത്ത വിശ്വാസമുണ്ടോ? എല്ലാം ശിർക്കാണെങ്കിൽ എല്ലാ ചോദ്യവും ശിർക്കാകുമെന്നതും അതോടുകൂടി സ്വാഭാവികമായും തെളിയിക്കപ്പെടും. അതല്ല, എല്ലാം ശിർക്കല്ല, ശിർക്കായതും ശിർക്കാവാത്തതും ഉണ്ട് എന്നാണെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ത്? രണ്ടും തമ്മിൽ വേർതിരിയാൻ ശിർക്കായ തലത്തിൽ ഈ പറയപ്പെട്ട സംഗതികൾ വിശ്വസിക്കുന്നത് എങ്ങനെ, അല്ലാത്ത വിശ്വാസം എങ്ങനെ? ഇത് രണ്ടിനെയും ഒരാൾ ജിന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഒരാൾ വിശ്വസിക്കുമ്പോൾ ശിർക്കാകുന്നതും മറ്റൊരാൾ വിശ്വസിക്കുമ്പോൾ ശിർക്കാവാത്തതും ഉണ്ടെങ്കിൽ ഇത് രണ്ടിനെയും പരസ്പരം വേർതിരിക്കുന്ന ഘടകമെന്ത്? കേൾക്കുമെന്നോ അറിയുമെന്നോ സഹായിച്ചേക്കാമെന്നോ ഉപദ്രവിച്ചേക്കാമെന്നോ ഹാജരാകാമെന്നോ ഒക്കെ ഉള്ള വിശ്വാസത്തിന്റെ രംഗത്തും ഈ രണ്ടു തലത്തിലുണ്ടോ? അതല്ല, ഗൈബാണ് എന്ന കാരണം കൊണ്ട് ഗൈബായി കാണാൻ റബ്ബിനെ കഴിയൂ, ഗൈബായ കേൾവി റബ്ബിനെ ഉള്ളൂ, ഗൈബായ ഖുദ്റത്ത് റബ്ബിനെ ഉള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ കാണുമെന്നോ കേൾക്കുമെന്നോ ഖുദ്റത്തുണ്ട് എന്നോ ഉള്ള ഏത് വിശ്വാസവും ശിർക്കാകണമല്ലോ ആ തത്വപ്രകാരം. അതുകൊണ്ട് ഈ തലത്തിലും ഈ വിശ്വാസങ്ങളിലും രണ്ട് വകുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എവിടെയാണ് വേർതിരിയുന്നത്? ഇത് ചോദിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഇതാണല്ലോ ബേസ്. നമ്മുടെ ഇടയിൽ ഇതിനോട് തേടാമെന്നോ പ്രാർത്ഥിക്കാമെന്നോ തേടിയാൽ കുഴപ്പമില്ല എന്നോ പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള വാദമേ നമുക്കിടയിൽ ഇല്ലല്ലോ. ഉണ്ട് എന്ന് പലരും എഴുതി എന്ന് ശരിയാണ്. സുവനീറിലും അല്ലാതെയുമൊക്കെ നമ്മൾ വായിച്ചു ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് വാദമുള്ളവരുണ്ട്, തേടാമെന്ന് വാദമുള്ളവരുണ്ട് എന്നൊക്കെ വിചിന്തനത്തിലായും സുവനീറിലായും നമ്മൾ കണ്ടു. പക്ഷെ അത് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സാലിഷിനും അറിയാം, എനിക്കും അറിയാം അത്തരം വാദമില്ല എന്ന്. എങ്കിൽ പിന്നെ ഇവിടെയാണ് തർക്കം. അത് ക്ലിയർ ആവാനാണ് ഈ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഉച്ചക്ക് നമ്മൾ ആരംഭിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ സെഷനിലെ ചോദ്യം കഴിഞ്ഞു. അതിന്റെ ഉത്തരമാണ് ഇൻഷാ അല്ലാഹ് നൽകാൻ ശ്രമിക്കുന്നത്. ഏതായാലും കാലത്തെ ഒരു സെഷനിൽ
ഖൈറായ പലതുണ്ടായി എന്ന് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാണ്. ഫൈസൽ മുസ്ലിയാർ സംസാരിച്ച വിഷയം, ജിന്ന് കാഫിറായാലും മുസ്ലിമായാലും അങ്ങനെ ഒരു മാനദണ്ഡമില്ല, ശിർക്കല്ല. ഞാൻ ആലോചിച്ചത്, കാഫിർ മുസ്ലിം എന്ന വേർതിരിവ് ഈ വിഷയത്തിലില്ല. മുസ്ലിം ജിന്നിനോട് ചോദിച്ചത് ശിർക്കല്ല എങ്കിൽ അതേ ചോദ്യം കാഫിർ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ല എന്നാണ് മൂപ്പര് വിശദീകരിച്ചത്. ഇന്ന തിൽക്കൽ ഇസ്തിആനത ബിജമീഇ അൻവാഇഹ ലാ തജൂസ്. ഇസ്തിആനത്തിന്റെ ഇനങ്ങൾ അത് എന്താണ്? അത് പിന്നെ ഒന്നും അനുവദനീയമല്ല ജിന്നിനോടുള്ളത്. ഫമിൻഹാ മാ ഹുവ ശിർക്കുൻ, അതിൽ ശിർക്കായതുണ്ട്. കൽ ഇസ്തിആനതി ബിശൈത്വാനിൽ ജിന്നി യഗ്നി അൽ കുഫാർ, കാഫിറായ ജിന്നിനോടുള്ളത് ആ ശിർക്കിൽ പെട്ടതാണ്. വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്ക്, അതിൽ വസീലത്തുൽ ശിർക്കായിട്ടുള്ള ഇസ്തിആനത്തുണ്ട്. കൽ ഇസ്തിആനതി ബിമുസ്ലിമി അൽ ജിൻ, മുസ്ലിം ജിന്നിനോടുള്ളത്. ആലു ഷെയ്ഖിന്റെ ഫത്വ നമുക്കിനി തോട്ടിലിടാം. കാരണം ഫൈസൽ മുസ്ലിയാർ ആ പരിവാക്കിയിട്ടുണ്ട്. ഏതായാലും ഇനി എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കിക്കോ, ഫൈസൽ മുസ്ലിയാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താ പ്രഖ്യാപിച്ചത്? കാഫിറായാലും മുസ്ലിമായാലും മുസ്ലിമിനോട് ചോദിച്ചാൽ ശിർക്കാവൂലെങ്കിൽ കാഫിറിനോട് ചോദിച്ചാലും ശിർക്കാവൂല എന്നത് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സന്തോഷകരം. ആ പോക്ക് വളരെ വളരെ ഗുണകരമായിട്ടുണ്ട്. നമുക്ക് ഈ വീക്ഷണത്തിന്റെ അപകടം ഒന്നുകൂടി വ്യക്തം. ഇവിടെ ചോദിക്കുന്നത് ജിന്നിനോട് എല്ലാ ചോദ്യവും, ജിന്നിനോടുള്ള എല്ലാ ചോദ്യവും എന്താണ്? ശിർക്കാണ് എന്നാണല്ലോ KJU അല്ലെങ്കിൽ ഈ വാദവുമായി നിൽക്കുന്ന KNMന്റെ ആളുകളും മറ്റുമൊക്കെ സംസാരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ചോദ്യം അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു? അവരുടെ വീക്ഷണപ്രകാരം ജിന്നിനോടുള്ള ചോദ്യങ്ങളിൽ അഥവാ സഹായത്തേട്ടങ്ങളിൽ ശിർക്കാകുന്നതും ആകാത്തതുമുണ്ട് എന്ന വീക്ഷണത്തോട് യോജിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്ത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ജിന്നുകളോടുള്ള ചോദ്യം അല്ലെങ്കിൽ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്ന് നമ്മൾ പറയുന്നത്? ജിന്നുകളെ മനുഷ്യനെ സംബന്ധിച്ച് ആദിയായ സബബുകൾക്കപ്പുറമുള്ള മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടമായിരിക്കും ഒരു മനുഷ്യൻ ജിന്നിനോട് സഹായം തേടിയാൽ. ഗായിബായ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായ ഒരു ജിന്നിനോട് ഒരാൾ സഹായം തേടിയാൽ അത് ആദിയായ സബബുകൾക്കപ്പുറമുള്ള മാർഗങ്ങളാൽ രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുക എന്ന ഇസ്തിആസയിലാണ് അല്ലെങ്കിൽ ഇസ്തിആനത്തിലാണ് അത് വന്നു ചേരുക. അതാണ് വാസ്തവത്തിൽ ഇവിടെ ശിർക്ക് വരാനുള്ള കാരണം. അഥവാ ജിന്നുകൾ, ആ ജിന്നുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഒരു മൻഫഅത്ത് ലഭിക്കുന്നതിനു വേണ്ടി, ഒരു ദുർറ് തടയുന്നതിനു വേണ്ടി സഹായം തേടാനുള്ള സബബായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സബബ് നിശ്ചയിക്കാത്ത ഒന്നിനെ ഒരു മനുഷ്യൻ സബബാക്കി കഴിഞ്ഞാൽ അത് ശിർക്കാണ് എന്നത് ഇസ്ലാം അംഗീകരിക്കപ്പെടുന്ന തത്വമാണ്. ചിലപ്പോൾ ആളുകൾ വിചാരിക്കും ഇവിടെ ജിന്നിന് ഖുദ്റത്തുണ്ടല്ലോ, ആദനബിയുടെ കാലം തൊട്ട് അല്ലെങ്കിൽ ജിന്നുള്ള കാലം തൊട്ട് ജിന്നിന് കാഴ്ചയുണ്ടല്ലോ, ജിന്നിന് കേൾവിയുണ്ടല്ലോ, ജിന്നിന് ഖുദ്റത്തുണ്ടല്ലോ എന്ന്. അങ്ങനെ ഖുദ്റത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂലേ? ഇല്ല, അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാവില്ല. കാരണം എന്താ? അല്ലാഹുവും റസൂലും ജിന്നിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു, അത്തരം വിശ്വാസങ്ങളിൽ ശിർക്കാവില്ല. എന്നാൽ ആ ഖുദ്റത്ത്, എന്നാൽ ജിന്നിന്റെ കാഴ്ച, എന്നാൽ ജിന്നിന്റെ ശക്തി, എന്നാൽ ജിന്നിന്റെ കഴിവുകൾ, അത് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം ചോദിക്കാനുള്ള സബബായി നിശ്ചയിച്ചിരിക്കുകയാണ് എന്നൊരു മനുഷ്യൻ അല്ലാഹു സബബ് നിശ്ചയിക്കാത്ത ആ മേഖലയിൽ സബബ് നിശ്ചയിച്ചുകൊണ്ട് തേടിയാൽ അതെന്താകും? ശിർക്കാകും. ഒരാൾ വിശ്വസിക്കുകയാണ് ഒരു ജിന്ന്, ഇവിടെ ഫൈസൽ മുസ്ലിയാർ പോലും നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ പലപ്പോഴും പകുതി വെച്ച് വെട്ടി. എന്താ ഞാൻ ചോദിച്ചത്? ഒരു ജിന്ന്, ആ ജിന്നിനോട് പുഴ പിന്നെ കടലായി, ഏതായാലും കടലിൽ വീണ സമയത്ത് അവിടെ ഒരു ജിന്നിനോട് സഹായം തേടിയാൽ ആ ജിന്ന് എന്റെ വിളി കേട്ട് എന്റെ പ്രയാസം മനസ്സിലാക്കി എന്നെ സഹായിക്കാനുള്ള സബബായി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു. അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ശിർക്കാണ്. നിശ്ചയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവ് കൊണ്ടുവാ. നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വാദമുണ്ടെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത ഒരു സബബിനെ നമ്മൾ നിശ്ചയിച്ചാൽ എന്താ വിധി? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം. പിന്നെ ഞാൻ സംസമിന്റെ ഉദാഹരണം പറഞ്ഞു. സംസം എന്താണ്? അല്ലാഹു ശർഈയായ ഒരു സബബായി നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നു രോഗശമനത്തിന് വേണ്ടി. ആ സംസം ഞാൻ എനിക്ക് കുടിച്ചാൽ എനിക്ക് രോഗശമനം ഉണ്ടാകും, അല്ലാഹു അതെനിക്ക് സബബായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല.
എന്നാൽ ഈ നാട്ടിലെ തോട്ടിലെ വെള്ളം കൊണ്ടുവന്നാൽ ആ വെള്ളത്തിൽ ശിഫയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. എന്തുകൊണ്ട് അത് ആ വെള്ളത്തിന് പിന്നെ ആ വെള്ളത്തിന്റെ ഓക്സിജന്റെ പരമായിട്ട് ലഭിക്കുന്ന ഗുണങ്ങളില്ലേ, ആ വെള്ളത്തിന് ഹൈഡ്രജന്റെ ഭാഗമായി ലഭിക്കുന്ന ഗുണങ്ങളില്ലേ, ആ വെള്ളത്തിന് ദാഹം തീർക്കാമെന്ന ആ ഒരു ഗുണം അതിനില്ലേ, ആ വെള്ളത്തിന് അഴുക്കിനെ വൃത്തിയാക്കാമെന്ന ഗുണമില്ലേ? അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താ? ആ വെള്ളത്തെ അല്ലാഹു രോഗശമനത്തിന് സബബാക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ആ വെള്ളം രോഗശമനത്തിന് കാരണമാണ് എന്ന് ആരെങ്കിലും ജൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. ഇതാണ് വാസ്തവത്തിൽ ഇവിടെ ശിർക്ക് വരുന്നതിന്റെ വിഷയം. ഈ വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഗൗരവത്തോടു കൂടി കാണുക. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ പുഴയിൽ വീണാൽ, അവൻ കടലിൽ വീണാൽ, അവൻ റോട്ടിൽ വീണാൽ, അവന് എവിടെ വീണാലും അവൻ ഒരു ജിന്നിനെ വിളിച്ച് സഹായം തേടിയാൽ അവന്റെ വിളി കേട്ട് അവന്റെ പ്രയാസം മനസ്സിലാക്കി അവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്ത് അവനെ സഹായിച്ച് സംരക്ഷിച്ചുകൊണ്ട് അവന്റെ ആ വിളിക്ക് ഉത്തരം നൽകാനുള്ള കഴിവ് ഒരു ജിന്നിനുമില്ല. ഉണ്ട് എങ്കിൽ തെളിയിക്കണം. ഉണ്ടെന്ന് പറയുന്ന കാര്യമില്ല. ജോത്സ്യന് വാർത്ത കൊടുത്തതിന്റെ പേരിൽ മൂപ്പര് ഗ്യാസാക്കാണ് ബാക്കിയുള്ളവർക്ക്. അതവിടെ വെച്ച ജോത്സ്യന് വാർത്ത കൊടുത്തു എന്നത് സഹോദരങ്ങളെ അള്ളാഹു ജിന്നിന്റെ കാര്യകാരണ ബന്ധത്തിൽ കൊടുത്തിട്ടുള്ള സംഗതിയാണ്. അതിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളതാണ്. എന്നാൽ ഈ ജിന്നിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളത് തന്നെയാണോ ഞാൻ വിളിച്ചാൽ എന്റെ വിളി കേട്ട് എന്നെ സഹായിച്ച് എന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പരിഹരിച്ചു തരാൻ എനിക്ക് ഉത്തരം നൽകാനുള്ള കുദ്റത്ത് ജിന്നുണ്ടോ? ഉണ്ടെങ്കിൽ സ്പെഷ്യൽ തെളിവ് വേണം. ആയത്ത് വെക്കണം. ജോത്സ്യന്റെ പോരാ. ജോത്സ്യന്റെ എന്ത് മനസ്സിലായി? ജോത്സ്യന്റെ ഭാഗമായി ബന്ധപ്പെട്ട് ജിന്നിന്റെ കാര്യകാരണത്തിൽപ്പെട്ടതാണ് ജോത്സ്യനുമായി ബന്ധപ്പെടുക എന്നുള്ളത്. ശരി, പുഴയിൽ വീണ മനുഷ്യനുമായി ബന്ധപ്പെടാൻ ജിന്നിന് സാധിക്കുമോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുദ്റത്തില്ലേ, അതില്ലേ, സുലൈമാൻ നബിയുടെ കാലത്ത് മുങ്ങിയില്ലേ, ഇതൊന്നും പറയണ്ട. ഒരു ആയത്തിങ്ങോട്ട് ഓതിയാ മതി, ഒരു ഹദീസ് പറഞ്ഞാൽ മതി. ജിന്നിനോടുള്ള ഇസ്തിഹാനത്തിന്റെ വീര്യം കപ്പ് തെളിയും. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് പറയാണ്, നിങ്ങളൊരു ഹദീസ് പറയാൻ, നമ്മളെ ഫൈസൽ മുസ്ലിയാർ ഒരു ഹദീസ് പറയാണ്, എന്താ സാലിഷെ നീ ഇതുവരെ കേൾക്കാണ്ടും കാണാണ്ടാണ്, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്ന് സബബാണ്, അഥവാ ഒരു മൻഫഅത്ത് ലഭിക്കാൻ, ഒരു ളുറ് തടയാൻ എനിക്ക് പിന്നെ ജിന്നിനെ ഉപയോഗപ്പെടുത്താം, ആ സബബിനെ തേടാം, അതിനോട് ഇസ്തിആനത്ത് നടത്താം എന്ന് തെളിയിക്കുന്ന ഒരു ഹദീസ് ഇതാ സാലിഷെ. കഴിഞ്ഞു, നിർത്തി ഞാൻ അവിടെ. ശരി, ഓക്കെ സാർ, നിങ്ങൾ പറഞ്ഞു ശരിയാണ്, ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ ഇനി അമ്മമ്മിൽ തർക്കമില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം വെക്കാൻ നിങ്ങൾക്ക് സാധിക്കോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കട്ടെ. അതാണ് ഇവിടെ ശിർക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ വെറുതെ അനാവശ്യ തർക്കങ്ങളിലേക്ക് പോകുക. ജിന്നിന് പിന്നെ പല കുദ്റത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാവണ്ടേ? ജിന്നിന് പല കുദ്റത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാവണ്ടേ? എന്നാ ചോദ്യം, ജിന്നിനുള്ള കുദ്റത്ത് ആരാ നമുക്ക് പറഞ്ഞു തന്നത്? അള്ളാഹു റസൂലാണ് പറഞ്ഞു തന്നത്. അത് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. ജിന്നിന് പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും പറയപ്പെട്ട കുദ്റത്തുകൾ, അതിന്റെ പ്രകൃതിപരമായ ഉള്ള കുദ്റത്തുകൾ, അതിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള കുദ്റത്തുകൾ, അത് അംഗീകരിക്കൽ വാജിബാണ്. ഇല്ല ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ മുർത്തദായി പോകുന്ന വിഷയമാണ്. അല്ല പറയാ ഇതാ ഇന്നതുണ്ട് ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ മുർത്തദായി പോലെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഞാൻ വിളിച്ചാൽ എന്റെ വിളി കേട്ട് എന്റെ ആവശ്യമറിഞ്ഞ് ഞാൻ ചോദിക്കുന്ന ഒരു മൻഫഅത്ത് എനിക്ക് നൽകാനുള്ള, ലഭിക്കാനുള്ള, ചോദിക്കാനുള്ള സബബായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെ വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ശിർക്കാണ്. എന്തുകൊണ്ട്? അള്ളാഹു വെക്കാത്തൊരു സബബ് വെച്ച്. അപ്പൊ കാര്യം വളരെ വ്യക്തമാണ്. ഈ വ്യക്തമായ ക്ലിയറായ ഈ വിഷയത്തെ എന്ത് ചെയ്യുക? അനാവശ്യമായി മറ്റു കാര്യങ്ങളുമായി കൂട്ടിക്കെട്ടുകയും ജനങ്ങൾക്ക് കുടുസമായ ഒരു അവസ്ഥ ഉണ്ടാക്കുകയും എന്താണ് ഹക്ക് എന്താണ് ബാത്തിൽ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വിഷയത്തിലേക്ക് ഈ വിഷയത്തെ കൂട്ടിക്കെട്ടി കൊണ്ടുപോകുമ്പോ എന്താകുന്നു? ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവൂല. ജനങ്ങൾ അവതാളത്തിലായി പോകുന്നു, ജനങ്ങൾ വഴിപിഴവിലായി പോകുന്നു. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഇതുപോലെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം സബബുമായി ബന്ധപ്പെട്ട്. അല്ലേ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? തൽക്കാലം വയലും പ്രസംഗമൊക്കെ നിർത്താം, ജനങ്ങളെ ളലാലത്തിലാക്കണ്ടല്ലോ. അതല്ല ഒന്ന് നല്ലത്. അൽഹംദുലില്ലാ 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 100 പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവൂല. രാവിലെ മുതൽ ഇതുവരെ ഞാൻ എന്താണോ പറഞ്ഞത് അതാണ് ഒപ്പം സാക്ഷ്യം വായിച്ചത്
ഇനി എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി വേണമെന്നില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി വേണമെന്നില്ല. ആ ചോദ്യം വേണമെങ്കിൽ പിൻവലിക്കാൻ ആവശ്യമില്ല. കാരണം എന്താ ഇപ്പൊ സാധിച്ചു വായിച്ചെന്താ, ഇന്ന തിൽക്കൽ ഇസ്തിആനത്തി ബിജമീഇ അൻവാഇഹാ ലാ തജൂസ്. ഇസ്തിആനത്ത് ഒന്നും തന്നെ ജായിസല്ല, ഒന്നും അനുവദനീയമല്ല. പക്ഷേ ഫമിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്. ഏതാ? കൽ ഇസ്തിആനത്തി ബിശയാത്തിനിൽ ജിന്നി, ശൈത്താന്മാരുടെ ശിർക്ക് തന്നെ. വമിൻഹാ മാ ഹുവ വസീയത്തുൽ ശിർക്കി, ശിർക്കിലേക്ക് വസീലയായതുണ്ട്. ഇപ്പൊ സാരിച്ച് വായിച്ചതാ. നിങ്ങളെ കയ്യിൽ ഞാൻ വാങ്ങിയ ഫത്വ ഞാൻ കൊണ്ടുവന്നതല്ല, എന്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടല്ല, സാധനം എന്റെ അടുത്തുണ്ട്. എന്നിട്ട് എന്തിനാ നിങ്ങളിത് വാങ്ങിയത്? എന്താണ് നിങ്ങളിത് വാങ്ങിയത്? ഇപ്പൊ ഈ ഫത്വ നേരത്തെ വായിച്ച പ്രശ്നം തീർന്നില്ലേ? ഈ ഫത്വ നേരത്തെ വായിച്ചാൽ തീർന്നില്ലേ? എന്താ പറഞ്ഞത്? ഇസ്തിആനത്തിൽ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. ഇതല്ലേ സലാഹിം പറഞ്ഞത്? ഇതല്ലേ ജബാമോലിയും പറഞ്ഞത്? ഇതല്ലേ ഞാനും പറഞ്ഞത്? ഇതല്ലേ KJയും ഇത്രയും കാലം പറഞ്ഞിരുന്നത്? അത് KJയുടെ പേരിൽ ഇപ്പൊ ചില ആൾ ഹൈജാക്ക് ചെയ്ത് മാറ്റിയപ്പോഴല്ലേ പ്രശ്നം ഉണ്ടായത്? ഇപ്പൊ ക്ലിയറായി. ഇനി എനിക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി വേണമെന്നില്ല, ആവശ്യമേ ഇല്ല. നിങ്ങൾ തന്നെ വായിച്ചു, ആലു ശൈഖിന്റെ ഫത്വ നിങ്ങൾ തന്നെ വായിച്ചു. മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ഹുവ വസീയത്തുൽ ശിർക്കി. ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട്. ഏതാ വസീലയായത്? കൽ ഇസ്തിആനത്തി ബി മുസ്ലിമി അൽ ജിന്നി, മുസ്ലിം ജിന്നോട് ഇസ്തിആനത്ത് ശിർക്കല്ല, ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് നിങ്ങൾ വായിച്ച ഫത്വ. നിങ്ങൾ വായിച്ച ഫത്വ ഇതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നേരത്തെ ഫൗസാന്റെ ഫത്വ വായിച്ചല്ലോ, ഇബ്നു ബാസിന്റെ ഫത്വ വായിച്ചല്ലോ, ആലു ശൈഖിന്റെ ഫത്വ വായിച്ചല്ലോ, ഇബ്നു ബാസിന്റെ ഫത്വ വായിച്ചല്ലോ. അതേ ശൈഖന്മാരിൽ നിന്നാ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കിട്ടിയത് എല്ലാം ശിർക്ക് എന്ന് പറഞ്ഞുകൂടാ, എല്ലാം ശിർക്ക് എന്ന് പറഞ്ഞുകൂടാ. പിന്നെ മിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്. വമിൻഹാ മാ ഹുവ വസിയത്തുൽ ശിർക്കി, ശിർക്കിലേക്ക് വസീലയായതുമുണ്ട്. കഴിഞ്ഞല്ലോ. ഇത്ര പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടും ഞാനും വിചാരിച്ചിട്ടില്ല. ഇനി നമുക്ക് 5 മണി ഇരിക്കണമെന്നില്ല, ഇനി ബാക്കി വേണമെന്നില്ല. ഇനി ഈ ഫത്വ നിങ്ങൾ അംഗീകരിക്കോ, പ്രശ്നം തീർന്നു. ഈ ഫത്വ അംഗീകരിച്ചോ, പ്രശ്നം തീർന്നു. ഇനി KJയിൽ എത്തിയപ്പോഴുള്ള നമുക്ക് ഒന്നിച്ചുകൂടി എന്ത് ചെയ്യാം? അയക്കാം ആളുകൾക്ക്. KJയിൽ നമുക്ക് ഒന്നിച്ച് ആവശ്യപ്പെടാം. ഞങ്ങൾക്ക് സംഗതി മനസ്സിലായി. അതുകൊണ്ട് അന്ന് കൊടുത്ത ഫത്വ ശരിയല്ല. എന്താ KJയുടെ ഫത്വ? KJയുടെ പേരിൽ എത്ര പേര് വന്ന ഫത്വ എന്താ? എല്ലാം ശിർക്ക് തന്നെ. അത് സ്ഥാപിക്കാൻ വേണ്ടി ഇത്ര നേരം സംസാരിച്ചിട്ട് ഇപ്പൊ അവസാനം ഒരു മുസ്ലിമും കാഫിറും വ്യത്യാസം കണ്ടപ്പോ അയിമച്ചാടി കൊത്തി. സംഗതി എന്താ? കുടുങ്ങിപ്പോയി. അപ്പൊ എന്തായിരുന്നാലും മുസ്ലിം ജിന്നോടുള്ളത് ശിർക്കാണ്, കാഫിറിനോടുള്ളത് ശിർക്ക് തന്നെയാണ് എന്നല്ലേ ഇതിന് കിട്ടുന്നത്. എന്നാ ഞാൻ പറഞ്ഞെന്താ? അൽ ഇസ്തിആനത്താണോ മുസ്ലിമിനോടും ശിർക്ക് തന്നെയാണ്. മുസ്ലിമിനോടും ശിർക്ക് തന്നെ. കാഫിറിനോട് ശിർക്കായത് മുസ്ലിമിനോടും ശിർക്ക്, കാഫിറിനോട് ശിർക്കായത് മുസ്ലിമിനോടും ശിർക്ക്. ഇപ്പൊ സാലിഷിന്റെ വാദപ്രകാരം എന്ത് പറയണം? കാഫിറിനോട് ശിർക്കായതുണ്ട്, അത് മുസ്ലിം ജിന്നോട് ശിർക്കാവണമെന്നില്ല. അപ്പൊ അത് സബബാണോ? അത് സബബാണോ? ആ മുസ്ലിമിന് സബബാണോ? ഏതായത്ത്, ഏത് ഹദീസ്? ഇതൊക്കെ തിരിച്ചു ചോദിക്കാലോ. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഇനി ഉത്തരം വേണമെന്നില്ല. സാലിഷ് ഉത്തരം പറഞ്ഞിട്ടില്ല, പറയാൻ ശ്രമിച്ചിട്ടില്ല, പറയണമെന്നില്ല. ആ ചോദ്യം തന്നെ വേണമെങ്കിൽ പിൻവലിക്കാം. കിട്ടേണ്ടത് കിട്ടി, ഇനി ഒരു ആവശ്യമില്ല. ഇനി എനിക്ക് ചോദിക്കാനുള്ള എന്താ? ഈ ഫത്വ അംഗീകരിക്കുന്നുണ്ടോന്നാ. നിങ്ങൾ വായിച്ച ഫത്വ എനിക്കത് തെളിവാണെന്ന് വിചാരിച്ച് നിങ്ങൾ വായിച്ച ആലു ശൈഖിന്റെ അത്തംഹീദിൽ നിന്നുള്ള ഫത്വ, തംഹീദ് കിതാബുകളുണ്ട്. ഞാൻ ആ കിതാബുമായാ വന്നത്, എന്നെ ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ച എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. അപ്പൊ ഈ ഫത്വ നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ലേ? പ്രശ്നം തീർന്നു. നിങ്ങൾ വായിച്ച ഈ ഫത്വ ഇസ്തിആനത്തുൽ ബിൽ ജിന്നി എല്ലാം ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദമാണോ? എല്ലാം ശിർക്കാവണമെന്നില്ല എന്ന എന്റെ വാദമാണോ ഇതിലൂടെ തെളിയുന്നത്? അപ്പോ ശരിയായ മുസ്ലിയാർ ഇങ്ങനെ പുറത്തേക്ക് വന്ന് കണ്ടല്ലോ, ഇതാണ് മുസ്ലിയാര്. ഞാനും വിചാരിച്ചു മൂപ്പരെന്റെ പേരിന് ഇത്ര കാലമായിട്ട് മുസ്ലിയാരിന്ന് മാറ്റാൻ, ഞാൻ സ്വഭാവം കുറച്ചുണ്ടേ അതിനെ പോവാത്തത്. അത് പോകുമ്പോ ഫൈസൽ മൗലവി നല്ല വരേണ്ടത് അല്ല എന്ന് മനസ്സിലായി. ഞാനേ ഈ ഫത്വ കൊണ്ടത് അല്ലെങ്കിൽ തോട്ടിലിട്ട സാധനമാണിത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇത് ആരാ? ഇത് ഞാൻ കൊണ്ടുവന്നതാ. ഇത് പിന്നെ നാട്ടിലെ
ഈ പിന്നെ മദീനത്തുള്ള കുറച്ച് എന്താ പറയാ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയട്ടെ. ജിന്നൂരിന്ന് വിളിക്കുന്ന നമ്മളെ കൂട്ടത്തിലൊരു കൗമുണ്ടല്ലോ, ഞാൻ അങ്ങനെ വിളിച്ചെന്ന് വിചാരിക്കണ്ട, എന്തെങ്കിലും പറഞ്ഞ് പരിചയപ്പെടുത്തണല്ലോ. ആ വിഭാഗം സക്കരിയ സ്വലാഹിയുടെ വാദം ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് അത് ശരിയാ പിന്നെ ശിർക്കായതല്ലാത്തതുണ്ട്. അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയുടെ വാദം, ഈ വാദങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി അവർ ഇന്റർനെറ്റിൽ ഇട്ട ഒരു ബുക്കിലെറ്റാണ് ഈ കാണുന്നത്. ഇതുണ്ടോ ജബ്ബാർ മൗലവിയുടെ ആ കോട്ടീസ് കൊടുത്തിട്ട് ജബ്ബാർ മൗലവി പറഞ്ഞ പി ജബ്ബാർ മൗലവി 2007 ഏപ്രിലൊക്കെ ഇസ്ലാഹിൽ എഴുതിയത് അത് തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്ത ബുക്കിലെറ്റിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. എന്നെ സംബന്ധിച്ച് ഞാനിത് അംഗീകരിച്ചിട്ടാ ഞാൻ മൂപ്പരോട് ഇതാ ഒരു ഫത്വണ്ട് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാ. ഞാൻ പറഞ്ഞത് എന്താ, എനിക്ക് ആദ്യമേ തന്നെ തോന്നിയിരുന്നു ആലു ഷെയ്ഖിന്റെ ഈ ഫത്വ തോട്ടിലേക്കുള്ളതാണ്, അതിനർഹത അത്ര ഉള്ളൂ. ആ തോട്ടിലേക്കുള്ളത് എന്ന എന്റെ ധാരണ ഫൈസൽ മുസ്ലിയാർ ഉറപ്പിച്ചു. എന്ത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു, എന്താ പിന്നെ ജിന്ന് കാഫിറിനോട് ചോദിച്ചാലും പിന്നെ മുസ്ലിമിനോട് ചോദിച്ചാൽ ശിർക്കല്ലെങ്കിൽ ആ ചോദ്യം കാഫിറിനോട് ചോദിച്ചാലും ശിർക്കല്ല. ആലു ഷെയ്ഖിന് അങ്ങനല്ല. ആലു ഷെയ്ഖിന്റെ വിഷയം എന്താ, കാഫിറിനോട് ചോദിച്ചാൽ ശിർക്കും മുസ്ലിമിനോട് ചോദിച്ചാൽ വസീലത്ത് ശിർക്കുന്ന. ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ പിന്നെ ആലു ഷെയ്ഖിനെ നിങ്ങൾ വെട്ടി, ആലു ഷെയ്ഖിനെ നിങ്ങൾ തട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. ആ വൈരുദ്ധ്യം കാണിച്ചാണ് ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ. അപ്പൊ ആലു ഷെയ്ഖിന്റെ വാദം എന്താ, ആലു ഷെയ്ഖിന്റെ വാദം ജിന്നിനോട് എന്ത് ചെയ്യാ പിന്നെ സഹായം തേടിയാൽ അത് കാഫിറാണെങ്കിൽ ശിർക്ക്, മുസ്ലിം ആണെങ്കിൽ വസീലത്ത് ശിർക്ക്. ഫൈസൽ മുസ്ലിയാരുടെ വാദം എന്താ, മുസ്ലിം ജിന്നിനോട് സഹായം തേടുമ്പോ ശിർക്കല്ലാത്ത കാര്യം കാഫിർ ജിന്നിനോട് തേടിയാലും ശിർക്കല്ല. വൈരുദ്ധ്യമില്ലേ? ഇവര് രണ്ടുപേരും ജമിയത്തിന്റെ ഫത്വക്കെതിരാ. അതാ ഞാൻ പറഞ്ഞത്, ജമിയത്തിന്റെ ഫത്വക്കെതിരെ വന്നവർ വൈരുദ്ധ്യത്തിന്റെ തടവറയിൽ കിടന്നുരുളേണ്ടി വരും. അതാ കാണുന്നത്. അതുകൊണ്ട് മക്കളെ, ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഫത്വകളൊക്കെ ഇങ്ങനെ ഇവരെന്നെ വെട്ടിത്തരും. പുറത്തുനിന്ന് കൊണ്ടുവന്നിരുന്ന ഫത്വകളുണ്ടല്ലോ, അത് ഇവര് തന്നെ വെട്ടിത്തരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, ഉദ്ധരിച്ചാണ്. മൂപ്പര് വിചാരിച്ചു കിട്ടിപ്പോയി പ്രശ്നം തീർന്ന് മൂപ്പര് വിചാരിക്കുക മൂപ്പർക്ക് സബബ് കൊണ്ട്. അതാണ് പ്രശ്നം, സബബ് കൊണ്ട്. ആ സബബുമ്മ പിടിച്ചാൽ ഇനി എങ്ങനെങ്കിലും മറിഞ്ഞു ചാടണം. വിടൂല ഫൈസൽ മുസ്ലിയാരെ, വിടൂല. അള്ളാഹു ആഫിയത്ത് വിടൂല. ഈ സംവാദം കഴിഞ്ഞവരെ നമ്മൾ സബബുമ്മ കെട്ടിമറിയും. ഞാൻ പറഞ്ഞല്ലോ മൂപ്പര് ശിർക്കാവുന്ന ചോദിച്ചു. എത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത്, അത് ഈ സംവാദം കേൾക്കുന്ന ആളുകൾക്കറിയാം എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു. ആ പറഞ്ഞതിൽ തെറ്റുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്നാലും എനിക്ക് ഉത്തരം വേണ്ട. കാരണം എന്താ, ആലു ഷെയ്ഖിന്റെ ഫത്വ ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയല്ലേ. ഞാനിതെങ്ങനെ അംഗീകരിക്കും ഫൈസൽ മുസ്ലിയാരെ? നിങ്ങളെ വാക്കനുസരിച്ച് ഫത്വ തെറ്റല്ലേ? നിങ്ങളെ വാദം എന്താ, മുസ്ലിം ജിന്നോട് ചോദിക്കുന്നത് കാഫിർ ജിന്നോട് ചോദിച്ചാൽ ശിർക്കല്ലാന്നല്ലേ? ആലു ഷെയ്ഖിന്റെ വിശദീകരണം എന്താ, കാഫിർ ജിന്നോട് ചോദിച്ചാൽ ശിർക്ക്, മുസ്ലിം ജിന്നോട് ചോദിച്ചാൽ ശിർക്കല്ല. നിങ്ങൾ അംഗീകരിക്കണ്ട. എന്ത് പൊട്ട വൈരുദ്ധ്യത്തിൽ ഞങ്ങൾ ചെന്ന് ചാടിയത്. നിങ്ങൾ അംഗീകരിക്കണ്ട. മൂപ്പര് പിടിച്ചാ കെട്ടി വിചാരിച്ച് ചാടിയതാ മൂപ്പർക്കെന്നെ തലക്ക്. ഇതിന് പറഞ്ഞു വെറുതെ ചാടണ്ട. നിങ്ങളെ വാദം അനുസരിച്ച് ആലു ഷെയ്ഖിന്റെ ഫത്വ തെറ്റല്ലേ? അല്ലെങ്കിൽ ആലു ഷെയ്ഖിന്റെ ഫത്വ അനുസരിച്ച് നിങ്ങളെ വാദം തെറ്റല്ലേ? ഞങ്ങൾ ഏതാ വിശ്വസിക്കേണ്ടത്? ഞങ്ങൾ ഏതാ അംഗീകരിക്കേണ്ടത്? ആലു ഷെയ്ഖ് പറയുന്നു ജിന്നിനോട് തേടുന്നത് കാഫിർ ജിന്നാണെങ്കിൽ ശിർക്ക്, മുസ്ലിം ജിന്നാണെങ്കിൽ വസീലത്ത് ശിർക്ക്. നിങ്ങൾ പറയുന്നു മുസ്ലിം ജിന്നോട് തേടിയാൽ ആ തേടിയത് ശിർക്കല്ലെങ്കിൽ അക്കാര്യം കാഫിർ ജിന്നോട് തേടിയാൽ ശിർക്കല്ല. നിങ്ങൾ രണ്ടാളോ ഒന്നാ? അതോ രണ്ടോ എന്ന് വെച്ചല്ലോ. ആ ചോദ്യം ഇവിടെ ചോദിക്കാല്ലെങ്കിൽ ഒരണ്ടോ, രണ്ടാളോ ഒരണ്ടോ? നിങ്ങളെ വൈരുദ്ധ്യം കാണിക്കാനാണ് കൂട്ടെ ഞാനിത് പറഞ്ഞത്. ആദ്യമേ കയറി പിടിച്ച് നിങ്ങൾ അങ്കലാപ്പിലായി. അപ്പോ എന്താ കേസ്? മൂപ്പർക്ക് ഈ സബബൊന്ന് പോണം. നിങ്ങൾ ആ ആഗ്രഹം, മനസ്സിന്റെ തേട്ടങ്ങൾ മനസ്സിലാക്കണം. മൂപ്പരെ സംബന്ധിച്ച് സബബൊന്ന് പോണം. അതിന് വേണ്ടിയിട്ടാ ഞാൻ എത്ര ക്ലിയർ ആയിട്ട്, നിങ്ങൾ സീരി കാണുന്നവരും ഇവിടെ ഇരിക്കുന്നവരും കേട്ടില്ലേ, ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ശിർക്കാവുന്നതിന്റെ കാരണം സബബുമായി ബന്ധപ്പെട്ട് ഞാൻ വിശദീകരിച്ചെന്നില്ലേ? നിങ്ങൾ നോക്കിയേ, ആ വിശദീകരണത്തിൽ ഇന്നത് അബദ്ധമാണ്, സാലിഷ് പറഞ്ഞ് ഇന്നത് തെറ്റാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരുത്താം. എനിക്ക് എന്റെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞെന്ന് തിരുത്താൻ ഒരു മടിയില്ല. കാരണം എന്താ, ഫൈസൽ മുസ്ലിയാർ പോലെ ആൾക്കാർ പറഞ്ഞെന്ന് നമ്മൾ എന്തൊക്കെ തിരുത്തിയിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് തിരുത്താൻ ഒരു മടിയില്ല. അത് പറയും മുസ്ലിയാർ. പിന്നെ ആലു ഷെയ്ഖിന്റെ ഫത്വ കയറിയിട്ട് മുസ്ലിയാർ തന്നെ ആവരുത് എന്നെനിക്ക് പറയാനുള്ളൂ. ഒന്ന് മൗലവിയാവും, അതിന് കുറച്ചും കൂടെ നല്ലത്. അപ്പോ ഈ ആലു ഷെയ്ഖിന്റെ ഫത്വ നിങ്ങൾക്കെതിരാണ്. ഇനിയിപ്പോ നമുക്കൊരു കാര്യം കൂടെ തീരുമാനിക്കാം. നിങ്ങൾ പറഞ്ഞാണോ ശരി, ആലു ഷെയ്ഖ് പറഞ്ഞാണോ ശരി? നിങ്ങൾ പറഞ്ഞാണോ ശരി, ആലു ഷെയ്ഖ് പറഞ്ഞാണോ ശരി? അതൊന്ന് വ്യക്താക്കണം. നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കണം, ആലു ഷെയ്ഖ് പറഞ്ഞ വിശ്വസിക്കണം. ഏത് വിശ്വസിക്കണം? അതോ നിങ്ങളെ രണ്ടിനടുത്ത് തോട്ടിലിടണോ? ഏതാ വേണ്ടത്? നിങ്ങൾ തീരുമാനിക്കും. ആലു ഷെയ്ഖ് പറഞ്ഞത് തെറ്റോ, നിങ്ങൾ പറഞ്ഞത് തെറ്റോ? നിങ്ങൾ പറഞ്ഞത് ഇവിടെ സാക്ഷിയാണ്, എല്ലാവരും കേട്ടാണ്, ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞു മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നത് അത് ശിർക്കാവാത്തത് കാഫിർ ജിന്നോട് ചോദിച്ചാലും ശിർക്കാവില്ല. ആലു ഷെയ്ഖ് പറഞ്ഞത് ഷിർക്കിന്റെ വകുപ്പിൽ പെടുന്നത് എന്താ, കാഫിർ ജിന്നോട് സ്ഥാനത്താ, മുസ്ലിം ജിന്നോടല്ല. ഇത് ഞാൻ അംഗീകരിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞു.
ഞാൻ അംഗീകരിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഗവേഷണം നിങ്ങളെ തോട്ടിലേക്ക് കൂടുതൽ എറിയണോ ആലു ഷേഖിന്റെ ഫത്വ കൂടുതൽ തോട്ടിലേക്ക് വലിച്ചെറിയണം, ഏതോ വേണ്ടതെന്ന് എന്റെ ഗവേഷണം. മനസ്സിലായോ? അപ്പൊ അതുമ്മ പിടിച്ച് ചാടണ്ട. പിന്നെന്താ പ്രശ്നം? പിന്നത്തെ പ്രശ്നം എന്താ? ഇനി ആലു ഷേഖ് എപ്പോഴാ പറഞ്ഞത്? അതും കൂടെ നിങ്ങൾ പറഞ്ഞ ഇലാജിന്റെ സമയത്താണോ അതല്ലാത്ത സമയത്താണോ ഏതാണെന്നും കൂടെ പറഞ്ഞ അങ്ങനെ ആ നിലക്ക് കൂടെ നോക്കിക്കോ. ഈ അൻവാകൾ തിരിച്ചത് ഏത് രൂപത്തിലാണ് എന്ന് നോക്കിക്കോ, എന്ന് വിശദീകരിച്ചോ. അതും കൂടെ നമുക്ക് പരിശോധിക്കല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരാൾ പറയാണ്, ഇപ്പൊ അവിടെ നിന്നിട്ട് പിന്നെ സുഹൈലു അബ്ദുള്ള പറയാണ് ജിന്നിനോട് സേടുന്നത് ശിർക്കാവുന്നു, ശിർക്കല്ലാത്തുണ്ട്. ഏത് തേട്ടാണ് സുഹൈലെ ശിർക്കാവുന്നത്? കാഫർ ജിന്നോട് തേടിയാൽ ശിർക്കാവും, മുസ്ലിം ജിന്നോട് തേടിയാൽ ശിർക്കാവില്ല. ഇവിടെ നിന്നിട്ട് ഫൈസൽ മുസ്ലിയാർ പറയാ ആ മുസ്ലിം ജിന്നോട് തേടുന്നത് ഏതായാലും അത് കാഫർ ജിന്നോട് തേടിയാൽ അത് ശിർക്കാവില്ല. നിങ്ങൾ രണ്ടാൾ വൈരുദ്ധ്യല്ലേ? എന്താ ചേർന്നോക്ക്. ഇത് ആവേശത്തിലിട്ട് ചാടി പിടിക്കുകയും ചെയ്ത് മൂപ്പരിട്ട് ആ പറഞ്ഞ പോലെ ജിന്ന് കൂട്ടുകാരനിട്ട് ചൂണ്ടാൻ പോയ പോലെ ഇപ്പൊ അവസ്ഥ. മീൻ കൊത്തിയോടെ വെള്ളത്തിൽ വീണ് നിറഞ്ഞ പോലത്തെ അവസ്ഥയായി. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാരെ ഇത് നിങ്ങൾക്ക് എതിരാണ്, ഇത് ചൊവ്വില്ലാത്ത സാധനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കിതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. യോജിക്കാൻ പറ്റുന്ന പ്രമാണം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയെന്താ, നിങ്ങൾ വൈരുദ്ധ്യാണ്. നിങ്ങളെ വാദത്തിൽ ഈ ആലു ഷേഖിന്റെ ഫത്വ കൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന വാദത്തിന് എതിരാണ്. ഇന്ന് യാസിർ ബിൻ ഹംസയുടെ വാദം എന്താ? കാഫിർ ജിന്നോട് ശിർക്കുന്ന. സക്കരിയ സലയുടെ വാദം എന്താ? അത് കാഫിർ ജിന്നോടാണ് ശിർക്കുന്ന. അതുപോലെ തന്നെ ഓരോ വ്യത്യസ്ത വാദങ്ങളാ. ഇവര് 4 ആള് 40 വാദം. ഏത് നമ്മൾ കൊണ്ടിറക്കും? 4 ആള് 40 വാദം. എന്തായാലും കേന്ദ്രമാരുടെ വാദം മനസ്സിലായോ? ഇത് 4 എണ്ണത്തിന് 40 വാദം. ഈ വാദമായിട്ട് നടക്കുക. എനിക്ക് ഒരുത്തന്നെ ചവിട്ട, വേറൊരുത്തൻ മേലെ ചവിട്ട, വേറൊരുത്തൻ മേലെ ചവിട്ട. ഇതിന് പറഞ്ഞ ആവശ്യമില്ലാത്തവ പിടിക്കണ്ട. ആവശ്യം സബബ് വെക്കാത്തവ തുടരുത് എന്ന് പറഞ്ഞത് ഇതിന്റെ സബബ് അല്ലെ? മനസ്സിലായ? അപ്പോ എന്ത് ചെയ്യാ? ജിന്നിനോടുള്ള തേട്ടം ശിർക്കാവുന്നത്. അപ്പോൾ ചുരുക്കി പറയാം, ജിന്നിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സബബാക്കാത്തത് കൊണ്ട് തന്നെ മനുഷ്യന് മൻഫഅത്ത് ലഭിക്കാൻ സബബായിക്കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അത് ശിർക്കാണ്. അല്ല അങ്ങനെയാണ്. ഇന്ന് ഹദീസ് അനുസരിച്ചിട്ട് എന്താണ്? ഇന്ന് ഹദീസ് അനുസരിച്ച് പിന്നെ ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ മനുഷ്യനൊരു മൻഫഅത്ത് ലഭിക്കാൻ ജിന്നുകളെ ഉപയോഗപ്പെടുത്താം, അവരോടുള്ള ഇസ്തിആനത്തിലൂടെ അവരെ ഉപയോഗപ്പെടുത്താം. അതിന് അള്ളാഹു സബബാക്കി നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസ് കിട്ടിയാൽ മതി, പ്രശ്നം തീർന്നു. ആയത്തിട്ടാൽ മതി, പ്രശ്നം തീർന്നു. നമ്മക്കലാനല്ലോ, നിങ്ങളക്കലാനാണെങ്കിൽ നമ്മളക്കലാനല്ല. കാരണം എന്താ, നമുക്ക് ആയത്തദീസ് മതി. നിങ്ങളെ സംബന്ധിച്ച് ഇതുവരെ ഞാൻ ഓതി ഭാഗ്യം, ഞാൻ ആയത്തോതിയത് ഞാൻ ആയത്തോതിയ ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും മൂപ്പർക്ക് ആയത്തുണ്ടായില്ല. നിങ്ങൾ ഓതിയ ആയത്തൊക്കെ തന്നെ നമ്മക്കും. അങ്ങനെ എന്റെ കെയർ ഓഫിൽ, ഞാൻ ഓതിയ ആയത്തിന്റെ കെയർ ഓഫിൽ മൂപ്പര് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട്. അപ്പോ ഫൈസൽ മുസ്ലിയാർ ഒന്ന് ആലോചിക്കാം. പക്വതയും ഇത് പിന്നെ ഞാനാണ് ഈ അബദ്ധം ചെയ്യേണ്ടിയിരുന്നത്. ഇങ്ങനെ ചാടിപ്പിടിക്കുന്നത്. കാരണം എനിക്ക് വാദപ്രതിഭ പരിചയമില്ല. ജീവിതത്തിലെ ആദ്യത്തെ വാദപ്രതിഭ എന്റെ. അപ്പൊ എനിക്ക് പരിചയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, അല്ലെങ്കിൽ ഖണ്ഡന ഇനി എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഖണ്ഡന നടക്കുന്നത്. ഇതിന് എനിക്ക് ഈ അബദ്ധം പറ്റട്ടെ. നിങ്ങളെപ്പോലത്തെ ഒരു പക്വതയുള്ള ആൾ ഈ വക പൊട്ടത്തരം ചെയ്യാൻ പാടില്ല. ഒന്ന് ആവേശമൊക്കെ കുറച്ച് ശരിക്കും നോക്കാം. ഏതായാലും ഇനിയിപ്പോ എന്തായാലും എന്ത് വേണം? ഇനിയിപ്പോ എന്തായാലും ആലു ഷേഖ് പറഞ്ഞാണ് ശരി, നിങ്ങളെ പറഞ്ഞാണ് ശരി. അത് തീരുമാനമാവണം. അത് തീരുമാനമാവാൻ പറ്റില്ല. ആലു ഷേഖ് പറഞ്ഞാണോ നിങ്ങൾ പറഞ്ഞാണോ ശരി, അത് നമുക്ക് തീരുമാനമാക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ഈ സബബുമായി ബന്ധപ്പെട്ട് ശിർക്കിന്റെ വിശദീകരണം നൽകിയതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് വിശദീകരിക്കാം. എന്റെ വിശ്വാസം ഇതാണ്, അള്ളാഹു സബബാക്കാത്തൊരു സാധനത്തെ മനുഷ്യൻ സബബാക്കിയ ശിർക്കാണ്. അത് തെറ്റാണോ? നിങ്ങൾ വിശദീകരിച്ചോ? അല്ല, അത് പിന്നെ ജിന്നിനെ സബബാക്കിയ മൻഫഅത്ത് ലഭിക്കാൻ, ളുറ് തടയുന്നതിന് വേണ്ടി മനുഷ്യന് ഇസ്തിആനത്ത് നടത്താൻ ജിന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സബബാക്കിയിരിക്കുന്നു. നിങ്ങൾ ഹദീസിന്റെ പറഞ്ഞോ, ഞാൻ അംഗീകരിക്കാം. നമുക്കെന്താ പ്രശ്നം? നമുക്കൊരു പ്രശ്നമില്ല, അംഗീകരിക്കാം. അപ്പൊ ഈ വീക്ഷണത്തിലേക്ക് വരിക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ചയിലേക്ക് മുന്നോട്ട് നീങ്ങാം. അതായത് നമുക്ക് രണ്ടുപേർക്കും ആ രൂപത്തിൽ ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോ ഈ പറഞ്ഞ അവസ്ഥ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ട് ഈ വക വൈരുദ്ധ്യങ്ങൾ കടന്നു വരുന്നു? പ്രമാണമല്ലാത്ത വാദങ്ങളെ പ്രത്യേകത. പ്രമാണബദ്ധമല്ലാത്ത വാദങ്ങൾ സൗദിയിൽ നിന്ന് ഇറക്കുമ്പോൾ ഒരുത്തൻ ഒന്ന് പറയും, ഇവിടെ വേങ്ങരയെന്ന് വരുമ്പോ വേറൊന്ന് പറയും. അല്ലെ? പലർക്കും പല ജാതിവാദം അല്ലെ? പലർക്കും പല ജാതിവാദം. ഏതായാലും ഈ സംവാദങ്ങൾ കൊണ്ടുള്ള മെച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പൊട്ടന്മാര് നമ്മളെ കൂട്ടത്തിലുണ്ട്. സക്കരിയ സലയ്ക്കൊന്നും ശിർക്കല്ലാന്നൊന്നും വാദമൊന്നുമില്ല. വെറുതെ കേന്ദ്രമാര് പറഞ്ഞ അത് തീർന്നു കിട്ടി. സക്കരിയ സലയ്ക്കും ഫൈസൽ മുസ്ലിയാർക്കും ബാക്കിയുള്ളവർക്കും ശിർക്കല്ലാന്ന വാദമുണ്ട്. അത് ശരിയാണെന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ അങ്ങനെ വാദമുണ്ടെന്ന് മനസ്സിലായല്ലോ. എന്തൊക്കെ കിട്ടി ഈ സംവാദം കൊണ്ട്? അല്ലെ? ഈ സംവാദം കൊണ്ട് എന്തൊക്കെ കിട്ടി? ഒന്ന്, ഫൈസൽ മുസ്ലിയാരെ സംബന്ധിച്ച് പുഴയിൽ വീണത് ഫൈസൽ മുസ്ലിയാർക്ക് ഉത്തരവാദിത്തമായി. ആലു ഷേഖും ഫൈസൽ മുസ്ലിയാരും തമ്മിലായി ഇപ്പൊ മത്സരം. ആരാന്ന് വെച്ചാൽ തീരുമാനത്തിലെത്തിയിട്ട് പറഞ്ഞു തരണം. ഇനി ഏതായാലും സാധിച്ചപ്പോൾ ഉരുളാൻ നിൽക്കണ്ട, പറ്റീന്ന് പറഞ്ഞാ പോലെ, പറ്റിപ്പോയിന്ന് പറഞ്ഞാൽ പോലെ. ഞങ്ങൾ 4 ആൾക്ക് 40 വാദം, നിങ്ങൾക്ക് ഒരാൾക്ക് 40 വാദം.
ഒറ്റയാക്കാൻ താല്പര്യവാദം. മറ്റു സ്വാഭാവികം നാലാളെ ബുദ്ധി 4 കോലത്തിലുണ്ടാവും. ഒരു പക്ഷെ ഒരാൾ മനസ്സിലാക്കിയവൻ പറയും, മറ്റൊൻ തിരുത്തി കൊടുക്കുമ്പോ പറയാ ശരിയല്ല എന്ന് പറയും. ഇത് ഒരാള് ഒരേ ദിവസത്തിന് ഒരേ സമയത്തിലാണ് രണ്ടും പറഞ്ഞത്. അവിടെ പ്രശ്നം. മറ്റു ഒരാൾ ചിലപ്പോ ഒരു കാലത്ത് പറഞ്ഞ അവര് 10 കൊല്ലം കഴിയുമ്പോ പറയാം. കൂടുതൽ പഠിക്കും, അയാൾ മാറ്റും. മറ്റോ ബോധ്യപ്പെടുത്തി കൊടുക്കും, അപ്പൊ മാറ്റും. സ്വാഭാവികല്ലേ? സാലിഷ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാണോ ഒക്കെ പറയണത്? അല്ലല്ലോ. വിദ്യാർത്ഥി കാലത്ത് പറഞ്ഞതാണോ ഇപ്പൊ പറയണത്? അല്ല. അത് മാറി മാറി വരും. പക്ഷെ സംഗതി മനസ്സിലാക്കുക. ഏതായാലും മുസ്ലിം എന്ന പേര് ഞാൻ ഒഴിവാക്കാത്തത് വെറുതല്ല. ഇതിപ്പോ മനസ്സിലായല്ലോ. അത് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഈ സൈസ് പണി പിടിക്കാതെ തന്നെ വേണം. ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ ഫത്വ ഞാൻ എന്നോ തോട്ടിക്കിടന്നതാണ്. പറഞ്ഞിട്ടകൾ ഞാനാ എടുത്തോടുന്നത്. ഞാനാ തൊട്ട് നിർത്തത്? ആരാ തൊട്ട് നിർത്തത്? എന്തിനാണ് കൊണ്ടുവന്നത്? ഇത് വല്ലാത്തൊരു അത്ഭുതമല്ലേ? സാധാരണ ഖുറാഫുകളെ പോലും ചെയ്ത് ഇക്കൊടുത്തത്. ഒരു കിതാബ് വായിക്കാം, അല്ല ഉസ്താദ് ആ കിതാബിൽ അപ്പുറത്തും കണ്ടല്ലോ, ആ കിതാബ് ഞാൻ അംഗീകരിക്കൂല. എന്ത് ന്യായ സാലിഷൻ സാലിഷ്യങ്ങളാകാൻ പാടില്ല. വല്ലാത്തൊരു ഗതികേടായി പോരാ. ഞാൻ വേദന കൊണ്ടാ പറയണത്, ആക്ഷേപിക്കാനല്ല. നിങ്ങളൊരു ഫത്വയുമായി വരിക. എന്തിന്? എനിക്കത് തെളിവുണ്ടാകാൻ വേണ്ടി. എന്നാൽ ആ ഫത്വയിൽ ഇങ്ങനെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞപ്പോഴോ അത് ഞാൻ എന്നോ തോട്ട് കയറുന്നതാണ്. പിന്നെന്തിനാ തോട്ട് നിർത്തത്? എന്താ തോട്ടക്ക് അത് മാത്രം ഇരുന്നാൽ മതിയാവില്ല. എല്ലാം അറിയേണ്ടി വരും. ആര് ഷെയ്ഖ് മാത്രമല്ല, നിങ്ങൾ വായിച്ച ഏതൊക്കെ ഷെയ്ഖന്മാരുണ്ടോ ആ ഷെയ്ഖന്മാരും മുഴുവനാണ് കാണിച്ചുതരാം. എല്ലാ ഷെയ്ഖന്മാരും കാണിച്ചതാ ശിർക്കും വസിയത്ത് ശിർക്കും പറഞ്ഞത്. അപ്പൊ എല്ലാം വരേണ്ടി വരും. അവസാനം KJ പറഞ്ഞിട്ട് ആ ലെറ്റർ പേര് കൂടേണ്ടി വരും. അവിടെ പ്രശ്നം. അതാ ഞങ്ങൾ പറഞ്ഞത്. ഈ ലെറ്റർ പേരിൽ വന്ന സർക്കുലർ അത് KJവിന്റേതല്ല എന്ന് പറഞ്ഞതുകൊണ്ടാ. കാരണം KJ അങ്ങനെ പറയില്ല, ലോകത്തിനോടും പറയാത്ത വാദമാണത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാ സാലിഷ് നേരത്തെ പറഞ്ഞല്ലോ, ഒരാളും പറയാത്ത വാദം എന്ന് പറഞ്ഞു. അതപ്പൊ തെളിഞ്ഞത്. അപ്പൊ ആലു ഷെയ്ഖിന്റെ ഫത്വ തന്നെ മതി. ഇനി ആലു ഷെയ്ഖ് പറഞ്ഞു ഞാൻ പറഞ്ഞു വൈരുദ്ധ്യമുണ്ടോ അത് ചോദിക്കുമ്പോ ചോദിക്കാം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണല്ലോ, നിങ്ങൾ പറയാണല്ലോ, എനിക്ക് 4 മിനിറ്റാ, നിങ്ങൾക്ക് 10 മിനിറ്റാ. അതുകൊണ്ട് അവിടെ വൈരുദ്ധ്യ അതും പഠിപ്പിച്ചുതരാം, അതും ഞാൻ പഠിപ്പിച്ചുതരാം. എല്ലാം പഠിപ്പിച്ച പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതും ആലു ഷെയ്ഖ് പറഞ്ഞു ഒരു വൈരുദ്ധ്യമില്ല, അത് വേണ്ടി പഠിപ്പിച്ചുതരാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ വിഷയമല്ല. എന്റെ ഒന്നാമത്തെ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ പിൻവലിക്കാന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടാണോ നിങ്ങൾ നമുക്ക് വരാത്ത എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ഞാൻ പിൻവലിച്ച് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ പിൻവലിച്ചു തരാം. ഇല്ലെങ്കിൽ മറുപടി നിങ്ങൾ പറയും വേണം. ഏതായിരുന്നാലും ആ ചോദ്യത്തെ, ഒന്നാമത്തെ ചോദ്യത്തെ ഗണ്ണിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന ഒരേ ഒരു ഫത്വ, തരക്കില്ല ഒരു ആയത്തും ഹദീസൊക്കെ പറഞ്ഞ് അവസാനം കൂട്ടുന്ന ഫത്വയും പറഞ്ഞാണെങ്കിൽ അത് വിഷയമല്ല എന്ന് പറയാം. എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ ആകെ വായിച്ച സാധനം എന്താ? അറബിയിലാകെ വായിച്ച ഒറ്റ ഫത്വ. ആ ഫത്വയിലാ തിരിച്ചങ്ങോട്ടുന്നത്. അതിലെന്താ പറഞ്ഞത്? മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇലാ ശിർകി. ശിർക്കായ ഇസ്തിആനത്തുണ്ട്, വസിയത്തു ശിർക്കായ ഇസ്തിആനത്തുണ്ട്. അപ്പൊ ഇതിലെങ്ങനെ ഉണ്ടല്ലോ സാലിഷേ? അത് ഞാൻ എന്നോ വലിച്ചെന്ന് സാധനമാണ്. എന്നാ പിന്നെ ഏതെല്ലാം വിളിച്ചത്? കിതാബ് തൗഹീദിന്റെ ശറഹാദ് മദീനത്തുനിന്ന് ഏതോ കുട്ടികൾ നെറ്റിലിട്ടുന്നത് ഓലുണ്ടാക്കിയതല്ല. അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. മദീനത്ത് ഏതോ കുട്ടികൾ നെറ്റിലിട്ട സാധനമാണെങ്കിൽ അത് പറയാം. ഇത് എവിടുന്നാണ് നെറ്റിലിട്ടത്? ആലു ഷെയ്ഖ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് നൽകിയ വ്യാഖ്യാനമാണ്. തന്റെ പിതാമഹനായ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദിന് അദ്ദേഹം എഴുതിയ ലോകമൊന്നാകെ അംഗീകരിച്ച വ്യാഖ്യാനമാ അത്തംഹീദ്. ആ അത്തംഹീദിലെ ഉദ്ധരണിയാത്. അല്ലാതെ മദീനത്ത് 4 കുട്ടികൾ എഴുതിണ്ടാക്കിയിട്ട് മറ്റേ സലീം ചാലിയാത്തി സമ്മേളനത്തിൽ വായിച്ച പോലെ ഏതെങ്കിലും ചാലിയാത്തി കൊടുത്തയച്ചതല്ലത്, ഏതെങ്കിലും തണ്ണീർ കടവിൽ കൊടുത്തയച്ചതല്ല. ഇത് അത്തംഹീദ് എന്ന കിതാബില് ഷെയ്ഖ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടി തന്റെ വല്ലിപ്പാന്റെ കിതാബിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ ആ കിതാബിലായി പറഞ്ഞത് അത് ഞാൻ തോട്ടിലെറിഞ്ഞു. എന്നാ പിന്നെ തോട്ടിലെറിച്ചത് തുടർന്നുകൊണ്ടേയിരിക്കേണ്ടി വരും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. നന്നായി. ഇങ്ങനെ ഇരിക്കും കണ്ട, ഇങ്ങനെ ഇരിക്കും. ഞാനിങ്ങള് ഈ എന്തിനും മുസ്ലിം ഇഞ്ഞൂരുള്ളല്ലേ, ഇഞ്ഞൂരുണ്ട നമ്മളെ പഴയ അമേരിക്കൻ പ്രസിഡന്റ് മറ്റേ എന്താ റോൾ ദ ബാക്ക് ഉണ്ടല്ലോ, അതുപോലെ തിരിച്ചുരുട്ടും. അതുകൊണ്ട് അതിന് നിക്കണ്ട. നിങ്ങൾ ആലോചിക്കും ഇവിടെ ഞാനിപ്പോ എന്തിനാ ഈ ഫത്വ ഓട്ടത്ത്? ഞാൻ എന്തിനാ ഫത്വ പിടിച്ചത്? നിങ്ങൾ ജിന്നൂരികൾ എന്ന് ഞാൻ ദയവേദത്തും വിളിക്കട്ടെ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെന്താ വിളിക്കുക എന്നൊരു അഭിസംബോധന ഒരു പേര് അന്നങ്ങനെ മുപ്പര് സമ്മതിച്ചുകൊണ്ട് വിളിക്കാം. നിങ്ങൾ ഒരു വിഭാഗത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കേനമിന്ന് തെറ്റൂര് അങ്ങനെ ആക്കാം. നിങ്ങൾ കേനമിന്ന് തെറ്റിയ ആൾക്കാർ കൊണ്ടുവന്ന വാദം ഉണ്ടല്ലോ, ഈ വാദം പല വൈരുദ്ധ്യങ്ങളോടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതാണ് രസം. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് എന്താ?
ഇദ്ദേഹത്തിന്റെ പിന്നെ ഉത്തരത്തിന്റെ സെഷനിൽ ഇദ്ദേഹം പറഞ്ഞു എന്തെന്ന് പറഞ്ഞു, പിന്നെ മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കല്ലാത്തത് കാഫിർ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ല എന്ന് പറഞ്ഞു. പറഞ്ഞത് അതിനെതിരാണ് ആലി ശൈഖ് എന്ന് ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ചെന്താ ജിന്നിനോടുള്ള ഇസ്തിയാനത്ത് ശിർക്കാണോ, എല്ലാതും ശിർക്കാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാണ്. എങ്ങനെയാണ്? അല്ല നമ്മൾ പറയട്ടെ, അങ്ങനെ പറയട്ടെ, നിങ്ങൾ വൈകാരികാവില്ലേ? അപ്പോഴെന്താ നിങ്ങളെ ചോദ്യം എന്തായിരുന്നു, എപ്പോഴാണ് ഈ ശിർക്കാവുന്നത് ജിന്നിനോടുള്ള ഇസ്തിയാനത്ത്? അത് ഞാൻ വിശദീകരിച്ചു ആദ്യത്തെ ചോദ്യത്തിൽ, കണ്ടില്ലേ, നിങ്ങൾ കേട്ടില്ലേ? എന്താ ഞാൻ പറഞ്ഞത്? സബബുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് ഒരു മൻഫഅത്ത് ലഭിക്കുന്നതിന് ഇസ്തിആനത്ത് നടത്തി, ഒരു മൻഫഅത്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സബബായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തിട്ടില്ല? ജിന്നിനെ ഏർപ്പാടാക്കിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ജിന്നിനെ നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹു സബബ് നിശ്ചയിക്കാത്തതിന്റെ സബബ് നിശ്ചയിച്ചാൽ ശിർക്കാണ്. ഇത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതുകൊണ്ട് ജിന്നിനെ ഒരാൾ വിളിച്ച് തേടിയാൽ, ഒരുത്തൻ പുഴയിൽ വീണു, ആ പുഴയിൽ മുങ്ങിച്ചാവുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യുന്നു? തേടുന്നു. തേടിയപ്പോ ആരോടാ തേടിയത്? അവന് സബബായി അള്ളാഹ് നിശ്ചയിക്കാത്ത ഒരുത്തനിലൂടെയാണ് അവൻ എന്ത് ചെയ്തത്? തേടിയത്. അത് ശിർക്കായി. ഇത് എന്റെ വാദം തെറ്റാണെങ്കിൽ, അഥവാ അള്ളാഹു സബബ് നിശ്ചയിക്കാത്ത ഒന്നിനോട് പിന്നെ സബബായി നിശ്ചയിച്ചാൽ അതിലൊരു കുഴപ്പമില്ല, വസീലത്ത് ശിർക്കാവുന്നെങ്കിൽ അത് പറയും. പറഞ്ഞ ഞാൻ ബാക്കി മറുപടി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ പാവം ചാടി കുടുങ്ങി ആലു ശൈഖ് പിടിച്ച്. ആലു ശൈഖിന്റെ വാദം എന്താ? ആലു ശൈഖിന്റെ വാദം ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണ്, ശിർക്കല്ലാത്തതുണ്ട്. ഏതാണ് ആലു ശൈഖ്? ശിർക്ക് കാഫിറിനോട് ചോദിച്ചാൽ. ഏതാണ് ആലു ശൈഖ് ശിർക്കല്ലാത്തത്? മുസ്ലിമിനോട് ചോദിച്ചാൽ. ഇതാണ് ആലു ശൈഖിന്റെ വാദം. പിന്നെ ഫൈസൽ മുസ്ലിയാരുടെ വാദം, അത് പിന്നെ ശിർക്കാവാത്തത് മുസ്ലിം ജിന്നോട് ചോദിച്ചാൽ ശിർക്കാവാത്തത്, കാഫിർ ജിന്നോട് ചോദിച്ചാലും ശിർക്കല്ല. കുടുങ്ങിയില്ലേ നിങ്ങൾ? രണ്ടായില്ലേ? നിങ്ങളെ വൈരുദ്ധ്യം, ഈ വൈരുദ്ധ്യം പുറത്തേക്ക് പൊളിക്കാൻ തന്നെയാണ് ഞാനിത് ധരിച്ചത്. പൊളിഞ്ഞ് ഞാൻ പോലും വിചാരിച്ചില്ല നിങ്ങൾ ഇതുമ്പോ കയറി കൊളത്തുന്നു. ഞാൻ വിചാരിച്ചില്ല. ഇത് അല്ലാതെ ഒരു നടപടിക്രമം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കയറി കൊളത്തി എന്താണ് കൊളത്തിയത്? എന്നിട്ടിപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞ ആലു ശൈഖ് പറഞ്ഞ ഒന്നാ? നിങ്ങൾ പറഞ്ഞ ആലു ശൈഖ് പറഞ്ഞത് ഒന്നല്ല, രണ്ടാണ്. ആലു ശൈഖിന്റെ വാദം അനുസരിച്ച് കാഫിർ ജിന്നോടുള്ള ഇസ്തിആനത്ത് ശിർക്കാണ്. യാസിർ ബിൻ ഹംസയുടെ വാദം അനുസരിച്ച് കാഫിർ ജിന്നോടുള്ള ഇസ്തിആനത്ത് ശിർക്കാണ്. നിങ്ങളെ വാദം അനുസരിച്ച് പിന്നെ കാഫിർ ജിന്നോടുള്ള ഇസ്തിആനത്ത് മുസ്ലിം ജിന്നോട് നടത്തുന്ന ഇസ്തിആനത്ത് ശിർക്കല്ലെങ്കിൽ അതേ കാര്യം തന്നെ കാഫിർ ജിന്നോട് വെച്ചാൽ ശിർക്കല്ല. അല്ലേ നിങ്ങളെ വാദം? അപ്പൊ ഇതിൽ ഏത് വിശ്വസിക്കണം? ഏതാ ശരി? ഈ വൈരുദ്ധ്യത്തിൽ ഞങ്ങൾ ഏതെടുക്കണം? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് ഇത് തോട്ടിലിടണം, ആലു ശൈഖിന്റെ അഭിപ്രായം അനുസരിച്ച് നിങ്ങളെ തോട്ടിലിടണം. രണ്ടിലൊന്നും തോട്ടില്ല. മനസ്സിലായോ? അത്രയുള്ളോ? രണ്ടിലൊന്നും തോട്ടില്ല. ആലു ശൈഖിനോട് പോയിട്ട് പറയാം, ആലു ശൈഖ് നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. കാരണം എന്താ? കേരളത്തിലെ അശ്ശൈഖ് അല്ലാമ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നു. എന്തെന്ന് പറഞ്ഞിരിക്കുന്നു? മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ലാത്തത് കാഫിർ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ല. ആലു ശൈഖ് പറയാം, അവനെടുത്ത് തോട്ടിലിടണോ? നിങ്ങളോട് ഞാൻ മറ്റു പറയാ, അശ്ശൈഖ് പിന്നെ അല്ലാമ സ്വാലിഹ് ആലു ശൈഖ് പറഞ്ഞിരിക്കുന്നു, ശിർക്കാകുന്നത് മുസ്ലിം ജിന്നോടുള്ള കാഫിർ ജിന്നോടുള്ള ചോദ്യമാണ്, ശിർക്കാവാത്തത് മുസ്ലിം ജിന്നോട് ചോദ്യമാണ്. നിങ്ങൾ എന്ത് പറയും? എടുത്ത് തോട്ടിലിടുന്നറിയും. ഞങ്ങൾ ഈ രണ്ടെണ്ണത്തിന് അവിടെ ഇവിടെ തോട്ടിലിടാൻ നടന്നാൽ എന്താവും പാടി? അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുടുങ്ങി. ആലു ശൈഖിനെ തൊട്ട് നിങ്ങൾ കുടുങ്ങി. ആലു ശൈഖിനെ കൊണ്ടുവന്നപ്പോ തന്നെ ഞങ്ങൾക്ക് തോന്നി കൊടുക്കുന്നത്. പിന്നെ ഇനി മൂപ്പര വാദത്തിൽ എന്താ ആലു ശൈഖിനെ തള്ളിയ? ആലു ശൈഖ് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഈ ആലു ശൈഖ് പറഞ്ഞതിന് തെളിവ് വേണം. മുസ്ലിം ജിന്ന് കാഫിർ ജിന്നിനോട് ചോദിച്ചാൽ നിങ്ങൾ ആലു ശൈഖിന്റെ ആളല്ലേ? ആലു ശൈഖിന്റെ പിന്നെ എന്താ അത്തംഹീദ് ലിശർഹി കിതാബി തൗഹീദ്, അതാണല്ലോ എന്ത് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന് തള്ളേണ്ട മദീനത്തെ കുട്ടികൾ അതിനൊരു പിന്നെ ക്യാപ്സൂൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തത് ഈ കിതാബിനാ. എന്നാ ശരി, ഞാൻ ചോദിക്കട്ടെ, കാഫിർ ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കും, അതേ ചോദ്യം മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നത് എന്താണ്? ശിർക്കല്ലാത്തതും ആണെങ്കിൽ നിങ്ങൾ ആയത്ത് പറയും. ആയത്തില്ലെങ്കിൽ ഇത് എടുക്കാൻ എനിക്ക് പറ്റൂല. ആയത്തില്ലെങ്കിൽ ഇത് എടുക്കണോ? ഹദീസില്ലെങ്കിൽ ഇത് എടുക്കണോ? എടുക്കാൻ പറ്റൂല. എന്ത് നമ്മള് മറ്റു പണ്ഡിതന്മാരൊക്കെ തള്ളിയില്ലേ? ഇമാം ഷാഫി സുബൈക്ക് കുന്നൂത്ത് ഓതാൻ പറഞ്ഞ് നമ്മൾ തള്ളിയില്ലേ? എത്ര പണ്ഡിതന്മാരെ നമ്മൾ തള്ളി. ആ തള്ളിയത് എന്തിനാ? അവർ പറഞ്ഞതിൽ പ്രമാണമില്ല. ആലു ശൈഖ് പറയുന്നു ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ശിർക്കാകുന്നതും ശിർക്കാകാത്തതുണ്ട്. അത് ആലു ശൈഖിന്റെ വാദാണ്. ആ വാദത്തിൽ അദ്ദേഹം പറയുന്നു എന്ത്? ശിർക്കാകുന്നത് കാഫിർ ജിന്നിനോട്, ശിർക്കാകാത്തത് മുസ്ലിം ജിന്നിനോട്. ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പൊട്ടത്തരാണ്. ആലു ശൈഖിന്റെ വാദം ഇത് വിഡ്ഢിത്താണ്. എന്തുകൊണ്ട് വിദ്യുത്താണ്? ഇതിന് ഇലാജിന്റെ സമയമാകുമ്പോൾ വകുപ്പ് വേറെ എത്തും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇപ്പോ നമ്മൾ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആലു ശൈഖ് പറഞ്ഞത് അബദ്ധാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞത്. ഫൈസൽ മുസ്ലിയാർ സംസാരം അറിഞ്ഞോ അറിയാതെയോ ആലു ശൈഖിന്റെ മണ്ടക്കിട്ട് കൊടുത്തു. അതൊന്ന് കാണിച്ചാണ് ഞാൻ. കണ്ടോ പാവം ആലു ശൈഖിനെ തട്ടിയില്ലേന്ന് പറഞ്ഞതാ. അപ്പൊ സാലി അംഗീകരിച്ചു, വസീലത്ത് ശിർക്കുണ്ട്, എന്നാ പിന്നെ ഞാൻ അവിടെ വെക്കോ?
അംഗീകരിച്ച് ഞാൻ കൊടുക്കോ? ഞങ്ങളെ കൂടെ ഇരിക്കൂലേ? നിങ്ങളെ കൂടെ സംവാദത്തിനും പിന്നെ വാദപ്രയോഗത്തിനും അതുപോലെ പ്രസംഗത്തിനും ഒക്കെ ഞാൻ വരില്ലേ? കാരണം എന്താ, എന്റെ വാദം വസീലത്ത് ശിർക്കും, നിങ്ങളെ വാദം വസീലത്ത് ശിർക്കും, പിന്നെ ഞാൻ കന്നമിന്റ് പോയി ഇല്ല. അപ്പൊ ഞാനിത് കൊണ്ടുവന്നത് എന്തിനാ? എന്റെ വാദം കാണിക്കാനല്ല. ഞാനിത് കൊണ്ടുവന്നത് ഫൈസൽ മുസ്ലിയാരെ നിങ്ങൾ പറഞ്ഞത് ആലി ശൈഖിനെ വെട്ടി, ആലി ശൈഖിന്റെ വാക്കെടുത്ത നിങ്ങളെ വെട്ടി, രണ്ടും കണക്കാ. ഇതാണ് പറഞ്ഞത്. ഈ ഇസ്തിഹാനത്ത് ബിൽ ജിന്നുമ തൊട്ട് പിന്നെ ശിർക്കല്ലാത്തത് ഉണ്ടാക്കിയവനൊക്കെ ഒരുത്തിന് ഒരെണ്ണം, വേറൊരുത്തിന് വേറെണ്ണം, പിന്നെ ഒരുത്തിന് വേറൊന്ന്, വേറൊരുത്തിന് വേറെ. എന്ത് ചെയ്യപ്പെടച്ചോനെ? ഇത് എന്ത് ചെയ്യാ? ഇതെവിടെ പോയി അവസാനിക്കാം? ഇനി കുറച്ച് കഴിഞ്ഞാല് ഇപ്പൊ പിന്നെ ഫൈസൽ മുസ്ലിയാരുടെ ആദ്യത്തെ വാദം എന്താ? സെക്രട്ടറി അലി പറഞ്ഞ ഫൈസവാദം എന്നല്ലേ? ഫൈസൽ മുസ്ലിയാരുടെ ആദ്യത്തെ വാദം എന്താ? പുഴയിൽ വീണ മനുഷ്യൻ പിന്നെ കരയിൽ ജിന്നിനെ വിളിച്ചാൽ അത് സെക്രട്ടറി പറഞ്ഞ് തെറ്റാണ്, പിഴച്ചെന്നല്ലേ പറഞ്ഞു. അങ്ങനെ അത് ശരിയല്ലാന്ന് പറഞ്ഞു. ഇപ്പൊ മൂപ്പര് പുഴയിലും ഒരു കുഴപ്പമില്ല. മൂപ്പർക്ക് പുഴ ഇഷ്ടായി അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇനിയിപ്പോ ആലി ശൈഖിനെ തട്ടിക്കോട്ടോ. ആലി ശൈഖ് വല്ലാതെ പാരനും തട്ടിക്കോ. കാരണം ആലി ശൈഖ് പറഞ്ഞ ലോജിക്കില്ല. മൊത്തം ലോജിക്കുമ്പോ കൊണ്ടുവരുന്ന ആൾക്കാരാണല്ലോ, അക്കലാനികളാണല്ലോ. ആ അക്കലാനികൾക്ക് ലോജിക്കില്ലാത്തൊരു തിയറിയാണിത്. മനസ്സിലായോ? പ്രമാണം എന്തായാലും ഇല്ല ഇതിന്. ഞാൻ അക്കലുണ്ടോ? അക്കലില്ല. ഇതിന് ലോജിക്കില്ല. എന്തുകൊണ്ട് ലോജിക്കില്ലാത്തത്? എങ്ങനാണ്? ഞാനിപ്പോ പിന്നെ എന്നെ ഒന്ന് പൊക്കിയെടുക്ക്. ആരോടാ ചോദിച്ചത്? കാഫർ ജിന്നോട്. ശിർക്ക്. അതേ ചോദ്യം ഞാൻ എന്നെ ഒന്ന് പൊക്കിയെടുക്ക് മുസ്ലിം ജിന്നോട്. അതെന്താണ്? അത് വസീലത്ത് ശിർക്കല്ല. ഇതെങ്ങനോടോ മാറിയത്? ലോജിക്കില്ല. പ്രമാണം എന്തായാലും എനിക്കില്ല. ലോജിക്കില്ല. അതിന് വേഗം തട്ടിക്കോ. ആലി ശൈഖിനെ തട്ടിക്കോ. നിങ്ങളെ ആവശ്യം, എന്റെ ആവശ്യമല്ല. ഞാൻ ഈ വക മുസ്ലിയാർ പറഞ്ഞാലും അത് പിന്നെ ആലു ശൈഖ് മുസ്ലിയാർ പറഞ്ഞാലും ഏത് മുസ്ലിയാർ പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് എന്താണ്? ആയത്ത് ഓതിയിട്ട് പറയുന്നുണ്ടോ, ഹദീസ് ഓതിയിട്ട് പറയുന്നുണ്ടോ എങ്കിൽ നമുക്ക് പരിഗണിക്കാം. നമുക്ക് പിന്നെ അങ്ങനെ തന്നെയാണോ, ആ ആയത്തിന്റെ ഹദീസിന്റെ ഉദ്ദേശം അങ്ങനെയാണോ എന്ന് നമുക്ക് പരിഗണിക്കാം. അത് നമ്മൾ പരിഗണിക്കുന്നു. അത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞാലും നമ്മൾ പരിഗണിക്കുന്നു. എന്നൊരു കാര്യം ചെയ്ത് ഫൈസൽ മുസ്ലിയാർ എന്ത് ചെയ്തോട്ടെ? ഫൈസൽ മുസ്ലിയാർ പിന്നെ അദ്ദേഹം ഈ ആലി ശൈഖ് പറഞ്ഞതിന് പിന്നെ തെളിവ് കൊണ്ടുപോകാൻ ഒരൊറ്റ ചോദ്യം. ഏതാ ചോദ്യം? ഈ ലൈറ്റ് ഓഫ് ആക്കാൻ കാഫർ ജിന്നോട് പറഞ്ഞാൽ ശിർക്ക്, മുസ്ലിം ജിന്നോട് പറഞ്ഞാൽ ശിർക്കല്ല. തെളിവുണ്ടെന്നില്ല നമുക്ക് ഒരുമിച്ച് തോട്ടിലിട്ടൂടെ? വിരോധണ്ട? തെളിവില്ലെങ്കിൽ അപ്പൊ ഇല്ല. മുസ്ലിയാരെ അള്ള തന്നാണ് എന്തറിയോ? മാതൃസംഘടന അല്ലെ, കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിത സംഘടന നിങ്ങൾ ഇറങ്ങാൻ പാടില്ലേ? നിങ്ങൾ പലരോടും രഹസ്യമായി പറഞ്ഞതാണ് അത് ശിർക്കെന്നാണെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പിന്നെ ചത്തപോത്ത് ഇബാദത്തിൽ ഒരു മനുഷ്യൻ ചോദിക്കണ്ടല്ലോ, നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ ചോദിക്കണ്ടല്ലോ. അപ്പൊ എന്താ നിങ്ങൾ എന്തിന് ഈ മാനസികാവസ്ഥയിലേക്ക് പിന്മാറി? നിങ്ങൾ വരി, നമ്മളെ കൂടെ വരി, കേജന്റെ ഒപ്പം വരി. നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. നിങ്ങളെ പിന്നെ തിരിച്ച് അത് ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നാൽ. കാരണം എന്താ, ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ. എന്തിനാ? അതാണ് ഞാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്തോരം പ്രശ്നമുണ്ട് കേനന്മാരുടെ ചില സ്വഭാവങ്ങളിൽ നിന്ന്. പക്ഷെ അതിന്റെ തലത്തിൽ നിൽക്കുകയോ അതിന്റെ തലത്തിലാവുകയോ ചെയ്യാന്നല്ലാതെ സംഘടനയുടെ ആ വൃത്തത്തിന്റെ പുറത്തേക്ക് നമ്മൾ ചാടേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് പരസ്പരത്തിൽ കാണണോ? എന്നിട്ട് ഏത് പിടിച്ചിട്ടാണ് നിങ്ങൾ ചാടിയത്? നിങ്ങൾ ചാടിയത് ആലി ശൈഖ് ചാടിയത് വേറെ, നിങ്ങൾ ചാടിയത് വേറെ, സെക്രട്ടറി ചാടിയത് വേറെ. നിങ്ങളിൽ ആരാ ശരി? ഇത് വല്ലാത്തൊരു കുഴിച്ച് എന്ന് പറയുമല്ലോ അല്ലെ? എന്തത്? നിങ്ങളിൽ ആരാ ശരി? ഒരുമാതിരി തൃത്വം വിശദീകരിച്ച പോലെ എന്താ പിന്നെ ദൈവം മൂന്നാണോ? ദൈവം ഒന്നല്ലേ? ആ ദൈവം ഒന്നാണ്. അപ്പൊ പിതാവ് ദൈവമാണ്. അപ്പൊ പുത്രൻ ദൈവമാണ്. അപ്പൊ പരിശുദ്ധാത്മാവും ദൈവമാണ്. അപ്പൊ മൂന്നായില്ലേ? അല്ല ഒന്നുള്ളോ? അതെങ്ങനെ ഒന്നാവുക? അപ്പൊ പുത്രൻ വേറല്ലേ? ആ പുത്രൻ വേറാണ്. അപ്പൊ പിന്നെ പുത്രൻ പിതാവ് ഒന്നാണോ? അല്ല അത് രണ്ടാണ്. അപ്പൊ രണ്ടായില്ലേ? അല്ല അത് ഒന്നാണ്. ഇതിൽ തൃത്വം. ഇതേപോലെ ആ വസീലത്ത് ശിർക്ക് ഏതാ? മുസ്ലിമിനോട് ചോദിച്ചാൽ പിന്നെ ശിർക്ക് ഏതാ? കാഫിറിനോട് ചോദിച്ചാൽ ഒരേ കാര്യം തന്നെ കാഫിറും മുസ്ലിം ചോദിക്കുമ്പോൾ വ്യത്യാസപ്പെടും? ഇല്ല, വ്യത്യാസപ്പെടില്ല. അതാണ് ശരി. അപ്പൊ നേരത്തെ ആലി ശൈഖ് പറഞ്ഞാൽ അല്ല വ്യത്യാസപ്പെടും. രണ്ടാണ്. അതാണ് ഇത് എവിടേക്കെങ്കിലും പോണത്. ഈ വക പൊട്ട പോയത്തുകളൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ചകളും പഠനങ്ങളും മുന്നോട്ട് പോകട്ടെ. അതാണ് ഏറ്റവും ഹൈർ എന്ന് ഞങ്ങളോട് പറയാണ്. പിന്നെ സംസാരാണ്. ഏതായാലും എന്താണ് ഇപ്പൊ സാക്ഷിനെ പറ്റി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഏതോ ജിന്ന് സാക്ഷിനെ മേത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാഹ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് റുഖീഖുൽ അടിച്ചാൽ ശരിയാവും. പല മനുഷ്യന്മാരെ മേത്തും കയറി ജിന്നുണ്ട്. അതിപ്പോ സാലിഷിന്റെ മേലും കയറി. അതാണ് ഇപ്പൊ ഇതുവരെ സംസാരിച്ച ആ ശൈലിയോ ചേലോ കോലോ ഒന്നുമല്ല ഇപ്പൊ സാധിച്ചത്. കാരണം എന്താ? സംഗതി കൊഴുത്തു കുടുങ്ങി. അതന്നെ ഇത് അള്ള തന്നതെന്ന് സത്യം. അങ്ങനത്തെ അള്ള തന്നത് തന്നെയാണ്. പഠിച്ചോൻ തന്നെ. ഞാൻ ആ ഫത്വയൊക്കെ കൊണ്ടുവന്നിട്ടും ഞാൻ ബോധപൂർവം വായിക്കാതെ എനിക്കറിയാം ഇത് വായിക്കേണ്ടി വരില്ല, തിരിച്ചിങ്ങോട്ട് കിട്ടുന്നുള്ളത്. ഇപ്പൊ എന്താ ഉള്ളത്? ആലി ശൈഖിനെ തോട്ടിലെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു ഞാനാ കൊണ്ടത് ആലി ശൈഖിനെ.
ഞാൻ ആലുശൈഖിനെ കൊണ്ടുവന്നത്, ഞാനാ ഫത്വ വായിച്ചത്, ഞാനാ കിതാബ് ഉദ്ധരിച്ചത്? ഇല്ല. ഇനിയോ വൈരുദ്ധ്യല്ലേനാ? വൈരുദ്ധ്യമല്ല, ഞാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞത്. അതാ പറഞ്ഞത്, വൈരുദ്ധ്യമല്ല എന്ന് പഠിപ്പിച്ചതാ, നമുക്ക് വേറെ പഠിപ്പിക്കാം. ഇപ്പൊ ആ സമയമല്ല പറഞ്ഞത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന സമയ, നിങ്ങൾ പറയേണ്ട സമയ. അല്ലാണ്ട് ആലുശൈഖ് പോയി ഫൈസൽ മുസ്ലിയാണ്, ഫൈസൽ മുസ്ലിം പോയി ആലുശൈഖാണ്. ഇല്ല സാലിഷേ, ഇത് ആലുശൈഖിനെ കിതാബ് തിരണമെങ്കിൽ ലേശം നിങ്ങൾ പഠിക്കണം, അപ്പോഴേ തിരിയുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ആരോ നെറ്റിലിട്ടത് വായിച്ചു, അതിങ്ങനെ ഹർക്കത്തിട്ട് കൊണ്ടുവന്നു, അത് അർത്ഥം കൊടുത്തു, അതാണ് വായിച്ചു. അവിടെയാണ് പ്രശ്നം. ആലുശൈഖ് വായിച്ച അപ്പുറപ്പുറ, ആലുശൈഖ് എഴുതി അപ്പുറപ്പുറം വായിക്ക്, അപ്പൊ മനസ്സിലാവും ആലുശൈഖിനെ തോട്ടിക്കേണ്ട ആവശ്യമില്ല, ഫൈസൽ മുസ്ലിയാർ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ആലുശൈഖിനെ തോട്ടിലേക്ക് എറിഞ്ഞു എന്ന് പറയേണ്ടതാണ് യഥാർത്ഥത്തിൽ അതിന് അർഹരായത് എന്ന് മനസ്സിലാവും. ഇപ്പൊ പറച്ചിലേട്ട എന്താ, ഞാനതൊക്കെ കൊണ്ടെന്ന് തോന്നിപ്പോ. ഞാനിതൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഒരു ഫത്വയും വായിച്ചിട്ടില്ല. ഇവിടെ ഫത്വ വായിച്ചത് തന്നെ സാലിഷാണ് ആ ഫത്വ വായിച്ചത്. എന്തിന്? എനിക്കത് തെളിവാക്കാൻ. അത് പിടിച്ചിട്ട് ഞാൻ തന്നതാ. സാലിഷ് അത് നിങ്ങൾക്കെതിരെ തെളിവാണല്ലോ, അത് ഞാൻ അംഗീകരിക്കണില്ല. പിന്നെന്തിനാ കൊണ്ടുവന്നത് എന്നിട്ട് ചോദിക്കാൻ, നിങ്ങളെ വൈരുദ്ധ്യല്ലേ, അത് വേറെ പഠിപ്പിച്ചരാ, അത് പഠിപ്പിച്ചരാ. ഞാൻ പറഞ്ഞു ആലുശൈഖ് പറഞ്ഞു ഒന്ന് തന്നെ പഠിപ്പിച്ചരാ. ലൈറ്റ് ഓഫ് ആക്കാൻ ജിന്നിനോട് മുസ്ലിമിനോട് പറഞ്ഞാലും കാഫിനോട് എന്താ വ്യത്യാസം? എന്താ ആലുശൈഖാണ് പറഞ്ഞത്? ലൈറ്റ് ഓഫ് ആക്കുന്ന കാര്യമാണോ അല്ലാത്ത കാര്യമാണോ? കിതാബ് എടുക്കി, തംഹീദ്, അത് വായിക്ക്, തിരിച്ച് ആ അധ്യായം കംപ്ലീറ്റ് വായിച്ചു നോക്കി. എവിടെ ആലുശൈഖ് പറഞ്ഞത്? ഏത് സമയത്താ പറഞ്ഞത്? ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞാൽ അത് മുസ്ലിമാകോ എന്നിടത്തല്ല ആലുശൈഖിന്റെ പ്രയോഗം. ഇത് 1.5 വഴി നെറ്റിന്ന് കിട്ടി, അത് പ്രിന്റ് എടുത്ത് അത് കൊണ്ടെന്നാൽ അങ്ങനെ തോന്നിപ്പോകും. അപ്പൊ അതുകൊണ്ട് ആലുശൈഖിനെ തോട്ടെറിഞ്ഞു എന്ന വാദം എന്തെല്ലാം ഇപ്പൊ ദേശം ആലുശൈഖിനോടാ.